ഇസ്രായേൽ കഴിഞ്ഞയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സബ്ര ബറ്റാലിയൻ കമാൻഡർ ഒസാമു അബു നമൂസിനെ IDFും ഇസ്രായേലിന്റെ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റും ചേർന്ന് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതോടൊപ്പം ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മറ്റ് പ്രധാന തീവ്രവാദികളെയും സൈന്യം ഇല്ലാതാക്കി. നെസ്സാരീം ഇടനാഴിയിലെ ഇസ്രായേലി പൗരന്മാർക്കും സൈനികർക്കുമെതിരെ ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു നമോസ്. ഹമാസിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നതിൽ നമോസ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും IDF കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. കൂടാതെ സമ്ര ബറ്റാലിയന്റെ ഡെപ്യൂട്ടി കമാൻഡറായ മഹ്മൂദ് അൽ തർക്ക് ഉൾപ്പെടെയുള്ള മറ്റ് തീവ്രവാദികളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി IDF അറിയിച്ചു. ബറ്റാലിയനിൽ നുക്ബ ഫോഴ്സ് കമ്പനി കമാൻഡറായിട്ടായിരുന്നു തർക്ക് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഇസ്രായേലി സിവിലിയന്മാർക്കെതിരായ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്ത പ്രദേശത്തെ തീവ്രവാദ പ്രവർത്തകരുടെയും ഭീകര കേന്ദ്രങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നതിനുള്ള പ്രധാന ഉത്തരവാദിത്തം വഹിച്ചിരുന്നു. കൊല്ലപ്പെട്ട മറ്റ് തീവ്രവാദികളിൽ സമ്ര ബറ്റാലിയൻ നുക്ബ ഫോഴ്സ് കമ്പനി കമാൻഡറായ മഹ്മൂദ് ഷഹീൻ, ഹമദാദിരി എന്നിവരെയും IDF കൊലപ്പെടുത്തിയിരുന്നു. ബറ്റാലിയനിലെ ഹമാസ് ഭീകരർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്തതിന് ദിരിയും ഷഹീനും ഉത്തരവാദികളായിരുന്നു. പ്രദേശത്തെ IDF സൈനികർക്ക് നേരെയാണ് ഇരുവരും ആക്രമണം നടത്തിയിരുന്നതെന്നും IDF വ്യക്തമാക്കി.